ജീവിതകാലത്ത് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണനേരത്ത് കലിമ ചൊല്ലാൻ എളുപ്പമാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അത്തഹിയാത്തിലല്ലാതെ മറ്റു ഒരിക്കലും ചൊല്ലിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയല്ലാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ പോയി ഇരുന്നിട്ടില്ല. ദിക്റുകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും. നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണനേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് സൂഉൽ ഖാത്തിമ, അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നേർവഴിയിൽ ജീവിക്കുകയും എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബ് പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മുമ്പിലേക്ക് മാലാഖമാർ കടന്നുവരും. മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, എന്റെ ബഹുമാന്യരായ ഗുരുനാഥൻ, അന്ന് ശൈഖുനയുടെ കൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടെയുണ്ട്. ഞങ്ങൾ ദാറുൽ ഹുദയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഫിഖ് പഠിപ്പിച്ചിരുന്നു ഉസ്താദ്. അവിടുന്ന് പറഞ്ഞു, മഹാനായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് പോയേക്കണം, ഇവിടെ സ്ഥലം കൊടുക്കണം, തിരക്കുണ്ട്, നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം. വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് മാറിക്കൊടുക്കണം. ആർക്കാണ് ഈ മാറിക്കൊടുക്കുന്നതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, തിരക്കുകളില്ല അവിടെ, മനുഷ്യന്മാരെ തിരക്കാൻ വന്നിട്ടില്ല. ആ റൂമിൽ നിന്ന് മനുഷ്യരോട് മുഴുവനും ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞ മഹാനായ ശൈഖുന അവറുകൾ, മഹാനായ ശംസുൽ ഉലമ ആരോടാണ് ഈ വരാൻ പറഞ്ഞതെന്നറിയുമോ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ. അല്ലാഹുവിന്റെ മാലാഖമാരല്ലാതെ ആരാണ് പിന്നെ ഇവിടം വരേണ്ടത്? സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല എന്ന മുഅദ്ദിനിന്റെ ബാങ്കിന് മറുപടിയും പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുഅ്മിനീങ്ങളായ നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകയാണത്. ഇത് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്, നല്ല നിലക്ക് മരിക്കാനുള്ള അടയാളമാണിത്. സത്യവിശ്വാസികൾക്ക് ഇതിലും പരം തെളിവുകൾ പിന്നെ എന്ത് വേണം? നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് സംഘടനകളോ ഒരുപാട് ഈസങ്ങളോ ഒരുപാട് ആളുകളോ ഒരുപാട് വഴിക്ക് വിളിക്കുമ്പോ ഞാൻ എവിടെ പോണെന്നറിയുമോ? ആർക്കൊക്കെയാണോ മരണം ശരിയായത്, ആരുടെ മരണങ്ങളാണോ കലിമ ചൊല്ലിയിട്ട് അന്തസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്തോട് വിട പറയാൻ, ലോകത്തോട് യാത്രാമൊഴി ചൊല്ലാൻ ആർക്കാണോ അവസരമുണ്ടായത്, ആ മരിച്ചു പോകുന്ന ആൾ ചരിച്ച വഴി ഹക്കാണെന്നതിന്റെ തെളിവതാണ്. അതാണതിന്റെ തെളിവ്. നമുക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു മനുഷ്യന്റെ ഇസ്തിഖാമ, ഒരു മനുഷ്യൻ ജീവിച്ചു പോയ വഴി നേർവഴിയാണോ അല്ലയോ എന്നറിയേണ്ടത് മരണത്തിന്റെ സമയത്താണ്, അല്ലാതെ തിരിയില്ല. മരിക്കുമ്പോഴേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇഖ്ബാലിന്റെ ജീവിതത്തിൽ അവസാനത്തെ കവിത, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം മർഗ് ആമദ് തബസ്സും ബർ ലബസ്. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞു തരട്ടെ? മർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ തബസ്സും ബർ ലബസ്, ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരാണ് മുഅ്മിൻ. മരിക്കുമ്പോൾ പുഞ്ചിരിയുള്ളവൻ. ജീവിതകാലത്ത് ഒരാളെയും വിധി എഴുതാൻ നമ്മളെ കൊണ്ടാവില്ല, നമുക്കാവില്ല. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്. നമ്മുടെ വിധികൽപ്പനയല്ല അള്ളാഹുവിൻ്റെത്. ഇന്നർ റജുല ലയഅമലു ബിഅഹ്ലിൽ ജന്ന, സ്വർഗവാസി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അങ്ങനെ മരണം വരെ ചെയ്തു പോകുന്ന എത്രയോ ആളുകൾ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അള്ളാഹുവിന്റെ അജലിൽ, അള്ളാഹുവിന്റെ അസലിയായ തീരുമാനത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മറ്റൊന്നാണ്. അങ്ങനെയുള്ള ചില ആളുകൾ മരണമാസന്നമാകാറാകുമ്പോഴേക്കും ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുന്നാർ, നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യുകയും അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ചുമുണ്ട്. എത്രയോ ആളുകൾ യഅമലു ബിഅമലി അഹ്ലിന്നാർ,
നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന പണി ചെയ്യുന്നു. എന്നിട്ടോ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇനി അധികം ദൂരമില്ല. അപ്പോഴേക്കും ഒരു ഉംറക്ക്, ഒരു ഹജ്ജിന് പോകുന്നു, ഒന്ന് നന്നാവുന്നു. ഒരു റമദാൻ വന്നു, ഇഅ്തികാഫിരുന്നു. റമദാൻ വന്നു, തറാവീഹും നിസ്കാരവും തൗബ ചെയ്ത് മടങ്ങലും നിസ്കാരം ഖളാ വീട്ടലും ഒക്കെ ക്ലിയറായി. പെരുന്നാൾ കഴിയുന്നതോടുകൂടെ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന എത്രയോ ഭാഗ്യവാന്മാർ. ജീവിച്ചത് ഒരുപാട് മോശമായി, പിന്നെ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു നന്നായി. അങ്ങനെ ഫയസ്ബിഖുൽ കിതാബ്, അള്ളാഹു രേഖപ്പെടുത്തിയ കിതാബ് മുൻകടക്കുകയും സ്വർഗവാസികൾ ചെയ്യുന്ന പണി ചെയ്യുകയും ഫയദ്ഖുലുൽ ജന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്നവരുമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? എവിടെയാണ് ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കപ്പെട്ടത്? എവിടെയാണ്? മരിക്കുന്ന സമയത്ത്. മരണമാസന്നമാകുന്ന നേരം എങ്ങനെയാണോ ഒരാൾ മരിക്കുന്നത്, അപ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയെന്ന് വിധി എഴുതാൻ കഴിയൂ. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അവസാനം നന്നായാൽ അവൻ നന്നായി, അവസാനം മോശമായാൽ അവൻ തകർന്നു പോയി, നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة അല്ലാ തഖാഫു, മലാഖമാർ മരിക്കാൻ പോകുന്ന നേരത്ത് കടന്നു വരികയും അവർ പറയുകയും ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങൾ സങ്കടപ്പെടരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, പേടിക്കണ്ട എന്ന് പറയാൻ സുമുഖരായ മാലാഖമാർ മരിച്ചു പോകുന്ന മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എവിടെയാണോ മരിക്കാൻ പോകുന്നത് അവിടങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തോട് അവരെ യാത്ര പറഞ്ഞു പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നല്ല നിലയ്ക്കൊരു യാത്രാമൊഴി പറയാനുള്ള അവസരം കിട്ടുന്നവരാരൊക്കെയാണ്? ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ നോക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല മരണങ്ങൾ, നല്ല അന്ത്യം, നല്ല നിലക്കുള്ള യാത്രാമൊഴി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യമുണ്ടായവർ. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. ഒരാളത് ചൊല്ലുന്നത് ആരും കേട്ടില്ല എന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചൊല്ലിയാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ്, അത് ഉറപ്പാണ്. നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് ഒരു നല്ല ലക്ഷണമാണ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതൊരു നല്ല ലക്ഷണമാണ്. രണ്ടാമത്തേത് അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ മരണനേരത്ത് സഹോദരൻ മരിക്കാൻ പോകുന്ന നേരത്ത് സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ട്. ഫഇദാ ഹുവ യഅറഖു ജബീനുഹു, ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ
അദ്ദേഹം കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത് നെറ്റി വീർത്തുകൊണ്ടാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്.